कृष्ण गुरुर्देवो महेश्वरः गुरुः साक्षात् परं ब्रह्म तस्मै श्री गुरवे नमः। ओम सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम्। ॐ भद्रं कर्णेभिः शृणुयाम देवाः भद्रं पश्येमाक्षभिर्यजत्राः स्थिरैरङ्गैस्तुष्टुवांसस्तनूभिर्यशेम देवहितं यदायुः स्वस्ति न इन्द्रो वृद्धश्रवाः स्वस्ति न पूषा विश्ववेदाः स्वस्ति नस्तार्क्ष्यो अरिष्टनेमि स्वस्ति नो बृहस्पतिर्दधातु। ओम शांति शांति शांति। നമ്മൾ പ്രശ്നോപനിഷത്തിന്റെ ആരംഭത്തിൽ ഉപനിഷത്തിനെ കുറിച്ചൊരു പ്രാഥമിക പരിചയം ചെയ്ത ശേഷം ശാന്തി മന്ത്രം ശ്രദ്ധിച്ചു. അനന്തരം ആദ്യത്തെ 2 മന്ത്രങ്ങളാണ് പ്രാഥമികമായി ശ്രദ്ധിച്ചത്. അവിടെ 6 ജിജ്ഞാസുക്കൾ, ജീവിതത്തിൽ നിഷ്ഠ പുലർത്തുന്നവർ, പരമമായ സത്യത്തെ അന്വേഷിക്കുന്നവർ, പിപ്പലാദ മഹർഷിയെ പ്രാപിച്ച് തങ്ങളുടെ ജിജ്ഞാസ പ്രകടമാക്കുക. മഹർഷിയാകട്ടെ അവരോട്, നിങ്ങൾ തപസ്സുകളാണെങ്കിലും 1 വർഷം എൻ്റെ കൂടെ താമസിച്ചു ശ്രദ്ധയോടെ, തപസ്സോടെ, ബ്രഹ്മചര്യത്തോടെ എൻ്റെ കൂടെ താമസിച്ചു. അനന്തരം എന്ത് പറഞ്ഞു ചോദിച്ചോളൂ, ഇന്നതെ ചോദിക്കാവുന്നില്ല. അറിയുന്നതാണെങ്കിൽ അവയ്ക്ക് മറുപടി പറയും. ഇവിടെ പ്രശ്നോപനിഷത്തിന്റെ ഒടുവിൽ നമ്മളതിപ്പോ പറയണ്ട, സൂചിപ്പിക്കുകയാണ്. ഉപദേശം മുഴുവൻ ചെയ്ത ശേഷം ഗുരുനാഥൻ പറയുന്നുണ്ട്, നാഥ പരമസ്തി, ഇതിനപ്പുറത്തേക്ക് ഒന്നില്ല. അതിനു മുമ്പ് വളരെ വിനയാന്വിതമായി പറയുന്നുണ്ട്, ഏതാവദേവാഹം ബ്രഹ്മവേദ, ഈ ബ്രഹ്മത്തെ ഇത്രയേ എനിക്ക് അറിയൂ. നോക്കൂ, ഈ പരമസത്യത്തെക്കുറിച്ച് ഇത്രയേ എനിക്ക് അറിയുള്ളൂ. എന്നിട്ട് പറയാണ് നാഥ പരമസ്തി, അതിനപ്പുറം ഇനിയൊന്നില്ല എന്ന് പറയാൻ കഴിയുന്ന ആചാര്യനാണ് എന്ത് പറയുന്നത്, യതി ജിജ്ഞാസ്യാമ സർവം ഭവോ വക്ഷ്യാമ, നമുക്കറിയുന്നതാണ് നിങ്ങൾ ചോദിക്കുന്നതെങ്കിൽ നിങ്ങളോട് എല്ലാം പറഞ്ഞു തരും. ഈ എല്ലാം പറഞ്ഞു തരുന്നുള്ളത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു ശാസ്ത്രത്തിലും പൂർണ്ണമായി ശിഷ്യോപദേശം ചെയ്യില്ല. ഒരു ശാസ്ത്രം കുറച്ചൊന്ന് മാറ്റി വയ്ക്കും. ഒന്നുമില്ലെങ്കിൽ ആത്മരക്ഷയ്ക്ക് വേണ്ടി എങ്കിലും മാറ്റി വയ്ക്കും. എന്നാൽ വേദാന്തത്തിലാണ് ഗുരു ശിഷ്യൻ തുടങ്ങിയ വ്യത്യാസങ്ങളില്ലാത്ത
ആ ഏകമായ സത്യം അതിനനുസൃതമായി തന്നെയാണ് ഉപദേശം. ഏതായാലും ഇങ്ങനെ പറഞ്ഞു. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ശിഷ്യന്മാര് അല്ല ജിജ്ഞാസുക്കൾ പിപ്പലാദൻ പറഞ്ഞതുപോലെ ഒരു വർഷത്തെ തപസ് അനുഷ്ഠിക്കാൻ പോയിച്ചാൽ ദൂരെയുമല്ല, ഗുരുനാഥന്റെ കൂടെ താമസിക്കുകയാണ്. ഒട്ടും എളുപ്പമല്ല ഗുരുവിന്റെ കൂടെ താമസിക്കാൻ. നമ്മുടെ ഉള്ളിലുള്ള അഹങ്കാരത്തെ പോലും ഗർഭിനെ പോലും പുറത്തേക്ക് കൊണ്ടുവന്ന് ഗുരുനാഥനെ ഇല്ലാതാക്കും. കഠിനമാണ്. പുറമേ നിന്ന് ഉപദേശം കേൾക്കാനും പ്രസംഗം കേൾക്കാനും ഒക്കെ സുഖമായിരിക്കും. പക്ഷെ ഗുരുനാഥന്റെ കൂടെ പോയി താമസിക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ ഒട്ടും സുഖമായിരിക്കില്ല. കർശനമായ ചിട്ടകളിലൂടെ നമ്മുടെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന വാസനകളെ പോലും പുറത്തേക്ക് കൊണ്ടുവന്ന്, അത് കാരുണ്യമാണ്. പക്ഷെ ആ സന്ദർഭത്തിൽ നമുക്കത് മനസ്സിലാവില്ല. ഏതായാലും ഇവരാറു പേരും പിപ്പലാദ മഹർഷി പറഞ്ഞതുപോലെ അനുസരിച്ചു. എന്നിട്ടോ മൂന്നാം മന്ത്രം, അധ കബന്ധി കാത്യായന ഉപേത്യ പപ്രച്ഛ ഭഗവൻ കുതോഹവ ഇമാ പ്രജാ പ്രജായന്ത ഇതി. അധ കബന്ധി കാത്യായന ഉപേത്യ പപ്രച്ഛ ഭഗവൻ കുതോഹവ ഇമാ പ്രജാ പ്രജായന്ത ഇതി. അഥ എന്ന് പറഞ്ഞാൽ അനന്തരം, അതിനുശേഷം. ഏതിനു ശേഷം? ഒരു വർഷം ശ്രദ്ധയോടെ തപസ്സോടെ ബ്രഹ്മചര്യത്തോടെ പിപ്പലാദ മഹർഷിയുടെ കൂടെ സേവ ചെയ്ത് താമസിച്ച ശേഷം. അതിന് മുമ്പ് മിണ്ടിയിട്ടില്ല, മിണ്ടാനോട്ട് സമ്മതിക്കുകയില്ല. അതാ കബന്ധി കാത്യായന, കാത്യായനായ കബന്ധി. കാത്യായനൻ എന്ന് പറഞ്ഞാൽ കത്യന്റെ വംശത്തിൽ പിറന്നവൻ. കത്യൻ എന്ന പേരുള്ള ആളുടെ വംശത്തിൽ പിറന്നവൻ കാത്യായനൻ. ഈ പേരിൽ ധാരാളം മഹർഷിമാരുണ്ടായിട്ടുണ്ട്. ഒരാളല്ല, രണ്ടാളല്ല, അനേക മഹർഷിമാര് നമ്മുടെ വൈദിക വാങ്മയത്തിലേക്ക് നോക്കിയാൽ കാണാം കാത്യായനൻ എന്ന പേര്. അപ്പൊ കാത്യായനായ കബന്ധി. ഇനി കാത്യായനൻ എന്ന പേരാണെങ്കിൽ കബന്ധന്റെ മകൻ. കബന്ധന്റെ മകൻ, കബന്ധൻ ഒരാളുടെ പേരായിട്ട് എടുക്കണം. ഉപേത്യ, അരിക വന്ന്, ഗുരുനാഥന്റെ അരിക വന്ന് ചോദിച്ചു. എന്താ ചോദിച്ചത്? ഭഗവൻ. അപ്പൊ അരിക വന്ന് ചോദിച്ചു, ഭഗവൻ. നോക്കൂ, ജിജ്ഞാസുവായി വന്ന സാധകൻ ആചാര്യനെ സംബോധന ചെയ്യുന്നതിൻ്റെ ആ ഒരു സൗന്ദര്യം, ഗുരുനാഥനെ ശിഷ്യൻ സംബോധന ചെയ്യുന്ന പദത്തിന്റെ സൗന്ദര്യം, ഭഗവൻ സർവജ്ഞനായിട്ടുള്ളവനെ, എല്ലാം അറിയുന്നവനെ. ഭഗവാൻ എന്നുള്ള ശബ്ദത്തിൽ നമ്മൾ ഇവിടെ രണ്ടർത്ഥവും പറഞ്ഞിട്ടുണ്ട്. രണ്ടല്ല, രണ്ടിലധികം പറഞ്ഞിട്ടുണ്ട്. അതിലിവിടെ ഐശ്വര്യാദി ഷഡ്ഗുണങ്ങൾ തികഞ്ഞവൻ അർത്ഥം എടുക്കണ്ട, എടുക്കാൻ വിരോധമൊന്നുമില്ല. എന്നാലും ഗുരുനാഥനെ വിളിക്കുമ്പോൾ നല്ലത് എല്ലാം അറിയുന്നവനെ എന്നാണ്, അല്ലയോ സർവജ്ഞനായിട്ടുള്ളവനെ. ഇമാ പ്രജാഹ കുതഹ വാ ജായന്തേ, ഈ പ്രജകളൊക്കെ എവിടുന്നാണ് ഉണ്ടാവുന്നത്? ഇതാണ് ചോദ്യം. നോക്കൂ, ഭാരതീയ വൈജ്ഞാനിക വീക്ഷണത്തിന്റെ മഹിമ അതൊരു വിജ്ഞാനശാഖയെയും അന്യമായി കാണുന്നില്ലെന്നതാണ്.
മനുഷ്യന്റെ ചിന്താമണ്ഡലം എത്രത്തോളം ഉയരാമോ അത്രത്തോളം ഉയരാനുള്ള സ്വാതന്ത്ര്യം സാഹചര്യം ഗുരുനാഥന്മാർ ഒരുക്കുന്നു. യുക്തിപൂർവം എന്തും ചോദിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകുന്നു. ഇതാണ് സനാതന ധർമ്മത്തിന്റെ ഏറ്റവും വലിയ സൗന്ദര്യവും മഹത്വവും ശക്തിയും. കേവലം വിശ്വാസത്തിൽ മാത്രം അധിഷ്ഠിതമായൊരു മതത്തിൽ ഒരിക്കലും ഇങ്ങനെ ചോദ്യം ചെയ്യാൻ പറ്റില്ല. ഞാൻ പറയണത് വിശ്വസിച്ചോളൂ, അതേ പറ്റും. ചോദ്യം ചെയ്താൽ പാപം. എവിടെ യുക്തിബോധമുണ്ടോ, എവിടെ ശാസ്ത്രീയമായ സമീപനമുണ്ടോ, അവിടെ മാത്രമേ എന്തും ചോദിക്കാനുള്ള സ്വാതന്ത്ര്യമുള്ളൂ. നമ്മുടെ പുരാണങ്ങളെല്ലാം ചോദ്യോത്തരങ്ങളാണ്. 18 പുരാണങ്ങളും ചോദ്യോത്തരങ്ങളാണ്. മഹാഭാരതവും രാമായണവും ചോദ്യോത്തരങ്ങളാണ്. രാമായണം മുഴുവൻ ചോദ്യോത്തരമല്ല, പക്ഷെ രാമായണത്തിന്റെ ആരംഭം ചോദ്യോത്തരമാണ്. വാൽമീകിയുടെ ചോദ്യത്തിന് നാരദ മഹർഷി പറയുന്ന മറുപടിയാണ്. ഇനി ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലുമുള്ള സവിശേഷതയാർന്ന ഉപദേശ ഭാഗങ്ങൾ മുഴുവൻ ചോദ്യോത്തരങ്ങളാണ്. ഉപനിഷത്തുക്കൾ മുഴുവൻ ചോദ്യോത്തരങ്ങളാണ്. ഇത് കാണിക്കുന്നത് വൈദിക ശാസ്ത്രങ്ങൾ പുലർത്തുന്ന യുക്തിഭദ്രമായ സമീപനമാണ്. എന്തും ചോദിക്കാനുള്ള സ്വാതന്ത്ര്യമാണ്. ഇത് വിശ്വാസത്തിൽ മാത്രം അധിഷ്ഠിതമായത് ഒരിക്കലും ഉണ്ടാവില്ല. നമുക്ക് വിശ്വാസം വേണ്ടെന്നല്ല പറഞ്ഞത്, വിശ്വാസം വേണം. പക്ഷേ യുക്തിയുടെ വീക്ഷണത്തെ നമ്മൾ അങ്ങേയറ്റം അംഗീകരിക്കുന്നു, ആദരിക്കുന്നു. അപ്പൊ ഇവിടെ തന്നെ മഹർഷിയോട് ചോദിക്കുന്ന ചോദ്യം എന്താ? ഇമാഹ പ്രജാഹ കുതഹ വാജായന്തേ, ഈ പ്രജകളൊക്കെ എവിടുന്നാണ്ടാവുന്നത്? അതൊക്കെ എന്നോട് ചോദിക്കേണ്ട ചോദ്യമാണോ എന്ന് ചോദിച്ച് ഓടിക്കുകയല്ല ഗുരു ചെയ്യുന്നത്. ശിഷ്യന്റെ ചോദ്യം ഏത് തലത്തിൽ നിന്നാണെന്ന് മനസ്സിലാക്കി സഹാനുഭൂതിയോടുകൂടി സ്നേഹത്തോടുകൂടി അതിന് മറുപടി പറയാൻ വേണ്ടുകയാണ്. അപ്പൊ ഈ ചോദ്യത്തിന്റെ അടിസ്ഥാനമായിട്ടുള്ള വീക്ഷണം എന്താണെന്ന് ചോദിച്ചാൽ, ഏതൊരു കാര്യത്തിനും കാരണം ഉണ്ടാവണം. കാരണമില്ലാതെ കാര്യം ഉണ്ടാവില്ല. ആകസ്മികം എന്നൊന്നുമില്ല. നമ്മൾ പലപ്പോഴും തെറ്റായൊരു വാക്ക് ഉപയോഗിക്കാറുണ്ട് ലോകത്തിൽ. ആക്സിഡന്റ്. ആക്സിഡന്റായി, ആക്സിഡന്റലി സംഭവിച്ചു. ആക്സിഡന്റലി ഒന്നും സംഭവിക്കില്ല. ഒരു കാര്യമുണ്ടോ, കാരണം ഉണ്ടാവും. കാരണം എന്തെന്നറിയാത്തത് നമ്മുടെ അറിവില്ലായ്മയാണ്. ഈ ഒരു വീക്ഷണത്തെ, അതായത് കാര്യകാരണ ബന്ധത്തെ അംഗീകരിച്ചാൽ മാത്രമേ ഈ ലോകത്ത് ശാസ്ത്രങ്ങൾ നിലനിൽക്കൂ. കാര്യകാരണ ബന്ധത്തെ അംഗീകരിച്ചാൽ മാത്രമേ ഈ ലോകത്തിൽ തത്വചിന്തകൾ നിലനിൽക്കൂ. സയൻസിന്റെ ഏത് ബ്രാഞ്ചും ആയിക്കോട്ടെ, ഇന്നതെന്ന് പറയുന്നില്ല, അത് ഫിസിക്കൽ കെമിക്കൽ എന്നൊന്നും പറയുന്നില്ല. ഏത് ശാസ്ത്ര നിലനിൽക്കണമെങ്കിലും കാര്യകാരണ ബന്ധത്തെ അംഗീകരിക്കണം. കാര്യമുണ്ടെങ്കിൽ കാരണമുണ്ട് എങ്കിൽ അനേക കോടി ജീവരാശികളെയാണ് ഞാനിവിടെ കാണുന്നത്. എത്ര സങ്കീർണമാണ് അവയുടെയൊക്കെ ഭാവം. സങ്കീർണങ്ങളാണ്. പഠിക്കുന്തോറും നമുക്ക് അത്ഭുതം ഏറുകയാ ചെയ്യും. അപ്പൊ ഈ അത്യത്ഭുതകരമായ വിശേഷങ്ങളോട് കൂടിയ ഈ പ്രപഞ്ചത്തിലെ സമസ്ത ജീവരാശിയും കുതഹാവാജായത്തെ, എവിടെ നിന്നാണ് ജനിക്കുന്നത്? ഇതാണ് ചോദ്യം. ചോദ്യം വ്യക്തമാണല്ലോ. ഈ പ്രപഞ്ചത്തിന്റെ ഉത്പത്തി എന്ത്, അഥവാ ഈ പ്രപഞ്ചത്തിലെ ജീവജാലങ്ങളുടെ ഉത്പത്തി എവിടെ നിന്ന്, എങ്ങനെ? ഇതാണ് ചോദ്യം. ചോദ്യം ആദ്യം വ്യക്തമാകണം, എന്നാൽ നമുക്ക് ഉത്തരത്തിലേക്ക് കടക്കാം. പ്രശ്നം വ്യക്തമായ മാത്രമേ പരിഹാരം മനസ്സിലാവൂ. ഏതായാലും അവിടെ
മഹർഷി പറയുകയാണ്, തസ്മൈ സഹോവാച പ്രജാകാമോ വൈ പ്രജാപതിഃ സ തപോതപ്യത സ തപസ്തത്വാ സ മിഥുനമുത്പാദയത്തെ രയിം ച പ്രാണം ചേതേതൗ മേ ബഹുധാ പ്രജാ കരിഷ്യത ഇതി. എന്നോട് പറയാം. തസ്മൈ സഹോവാച പ്രജാകാമോ വൈ പ്രജാപതിഃ സ തപോതപ്യത സ തപസ്തത്വാ മിഥുനമസൃജയത് രയിം ച പ്രാണം ചേതേതൗ മേ ബഹുധാ പ്രജാ കരിഷ്യത ഇതി. വായിക്കുന്നതിന് മുമ്പ് ഛേദിച്ച് പറയാം, എളുപ്പമുണ്ടാവും. തസ്മൈ സഹ ഹ ഉവാച പ്രജാകാമഃ വൈ പ്രജാപതിഃ സഹ തപഃ അതപ്യത സഹ തപഃ തപ്ത്വാ സഹ മിഥുനം ഉത്പാദയതേ രയിം ച പ്രാണം ച ഇതി ഏതൗ മേ ബഹുധാ പ്രജാ കരിഷ്യതഃ ഇതി. നോക്കൂ. തസ്മൈ സഹോവാച പ്രജാകാമോ വൈ പ്രജാപതിഃ സ തപോതപ്യത സ തപസ്തത്വാ സ മിഥുനമുത്പാദയത്തെ രയിം ച പ്രാണം ച ഇത്യേതൗ മേ ബഹുധാ പ്രജാ കരിഷ്യത ഇതി. തസ്മൈ സഹ ഹ ഉവാച. അവനോട് അവൻ പറഞ്ഞു. തസ്മൈ അവനോടായിട്ട്. അവനോടായിട്ട് എന്ന് പറഞ്ഞാൽ ഇപ്രകാരം ചോദിച്ച കബന്ധിയോട്, കാർത്യായനോട്, സഹ അവൻ, ആരാ? പിപ്പലാദ മഹർഷി ഗുരുനാഥൻ, ഉവാച പറഞ്ഞു. എന്താ പറഞ്ഞത്? പ്രജാകാമോ വൈ പ്രജാപതിഃ. വളരെ ശ്രദ്ധിക്കണം. പ്രജാകാമോ വൈ പ്രജാപതിഃ. പ്രജാപതി സകല പ്രജകളുടെയും പതി. പ്രജ എന്ന് പറഞ്ഞാൽ പ്രകർഷേണ ജായത്തെ ഇതി പ്രജാഹ. ജനിക്കുന്നവരെല്ലാം പ്രജകളാണ്. നമ്മളൊക്കെ പ്രജകളാണ്. ചില ശബ്ദങ്ങൾ നമ്മൾ ശരിയായ അർത്ഥത്തിലല്ല മനസ്സിലാക്കണമെങ്കിൽ തെറ്റിദ്ധരിക്കും. എന്തോ രാജാവും പ്രജകളും ഒക്കെ അങ്ങ് തോന്നിപ്പോകും. അല്ല, ജനിച്ചവര് ജനിക്കുന്നവര് ഒക്കെ പ്രജകളാണ്. പ്രകർഷേണ ജായത്തെ. ഒരണു കണമുണ്ടെങ്കിൽ, ഒരു കൃമി ഉണ്ടെങ്കിൽ, ഒരു കീടമുണ്ടെങ്കിൽ, ഒരു ഏകകോശ ജീവി ഉണ്ടെങ്കിൽ, ഒരു മൈക്രോബ് ആയിക്കോട്ടെ, ഒരു ബാക്ടീരിയ ആയിക്കോട്ടെ, പ്രജയാണ്. നമ്മളും പ്രജകളാണ്. ഏറ്റവും വലിയ ശരീരത്തോടു കൂടിയ ജീവരാശികളും പ്രജകളാണ്. എല്ലാം പ്രജകളാണ്. അപ്പൊ പ്രജകളുടെ മുഴുവൻ പതി പ്രജാപതി, നാഥൻ, ഈശ്വരൻ. സർവ സമഷ്ടി പ്രപഞ്ചത്തിൻ്റെയും അധീശമായിരിക്കുന്ന ശക്തിയാണ് ഈശ്വരൻ. യുക്തിപൂർവം നമുക്ക് ലഭിച്ച ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ, നമുക്ക് ലഭിച്ച ശാസ്ത്രം എന്ന് പറയാൻ കാരണം ശാസ്ത്രം വികസ്വരമാണ്. വികസ്വരം, ഡെവലപ്പിംഗ്. അത് വികസിച്ചുകൊണ്ടേയിരിക്കും. ഒരിക്കലും ശാസ്ത്രം വികസിതമാകില്ല, ഡെവലപ്ഡ് ആവില്ല. വികസിച്ചുകൊണ്ടേയിരിക്കും. അതുപോലെ ഒരു രാഷ്ട്രവും വികസിതമാവരുതേ.
ഒരു രാഷ്ട്രവും വികസിതമാകരുത്, വികസ്വരമാകണം. ഇപ്പം ഭാരതം 2047 പൂർണ്ണമായി വികസിതമാകുന്നൊക്കെയാണ് നമ്മുടെ സർക്കാർ പറയുന്നത്. വ്യക്തിപരമായി ആ വാക്കിനോട് നമുക്ക് വിയോജിക്കുന്നു. കാരണം വികസിതം എന്ന് പറഞ്ഞാൽ പിന്നെ മുന്നോട്ട് പോകാനൊരു പ്രേരണയില്ല, പിന്നെ മുന്നോട്ട് പോകാനൊരു ദാഹമില്ല. വികസിച്ചു കഴിഞ്ഞു, പിന്നെ ആലസ്യമാണ്. പിന്നെ ഒരു ഇംഗ്ലീഷ് പദം എടുത്തു പറഞ്ഞാൽ സ്റ്റാഗ്നേഷനാണ്. ഡെവലപ്ഡ് എന്ന് പറഞ്ഞാൽ സ്റ്റാഗ്നേഷനാണ്. പിന്നെ വികാസമില്ല, ഒരിക്കലും സംഭവിക്കരുത്. നമ്മുടെ രാഷ്ട്രം വികസിച്ചുകൊണ്ടേയിരിക്കും. സകല ലോക രാജ്യങ്ങളുടെയും നേതൃപദവിയും എല്ലാത്തിലും ഒന്നാം സ്ഥാനത്തായിട്ട് മുമ്പിലേക്ക് കുതിച്ചുയരണം. ഒരിക്കലും നിൽക്കരുത്. സ്പോർട്സ് വികസിതമാകരുത്, കലകൾ വികസിതമാകരുത്, സാഹിത്യം വികസിതമാകരുത്, ശാസ്ത്രം വികസിതമാകരുത്, വികസ്വരമാകരുത്. അപ്പം നമുക്കിന്ന് ലഭിച്ചിട്ടുള്ള ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കിയാൽ തന്നെ നമുക്ക് കാണാൻ കഴിയും അത്യത്ഭുതകരമായ ഈ സൃഷ്ടി വൈചിത്ര്യത്തെ. അത്യത്ഭുതകരമാണ്. നമ്മുടെ ഓർഗാനിക് സെൽ, ഒരു ജീവകോശത്തെക്കുറിച്ച് പഠിക്കാൻ തയ്യാറായാൽ തന്നെ അത്ഭുതപ്പെടും. ചേരും വഴിയുള്ള ചേർച്ച. ഒരു ഏകകോശം എങ്ങനെ ഈ പ്രപഞ്ച ഘടികാരവുമായി ചേർന്നിരിക്കുന്നു, യൂണിവേഴ്സൽ ക്ലോക്കുമായി എങ്ങനെ ചേർന്നിരിക്കുന്നു? അത്ഭുതമാണ്. ഏതൊന്നിനെ കുറിച്ച് പഠിക്കുന്നതോറും നമുക്ക് അത്ഭുതമാതരവ് വർദ്ധിക്കുക ചെയ്യാം. ഒട്ടും പഠിക്കാതെ പ്രാഥമിക പാഠം ചെയ്യുന്നവർക്ക് ഇതൊക്കെ ഞാൻ മനസ്സിലാക്കിയിരുന്നു. പാട്ട് പഠിച്ചു തുടങ്ങുന്നവർ ഒരു 6 മാസം പഠിച്ചാൽ എനിക്ക് സംഗീതം ഞാൻ മുഴുവൻ പഠിച്ചു. ഒരു കൊല്ലം ഡാൻസ് പഠിക്കുമ്പോഴത്തേക്കോ ഡാൻസ് അരങ്ങേറ്റം കഴിഞ്ഞൊക്കെ പഠിച്ചു കഴിഞ്ഞു. പക്ഷേ കൂടുതൽ പഠിക്കുന്നതോറും മനസ്സിലാവും ഞാൻ ഈ ഒരു മഹാസമുദ്രത്തിൻ്റെ ഒരു തീരത്തെത്തിയിട്ടില്ല. ഇനിയും പഠിക്കാനുണ്ട്. ഏത് ശാസ്ത്രമൊക്കെ. അപ്പോൾ ഈ വ്യവസ്ഥകളെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ എല്ലാത്തിനെയും നിയന്ത്രിക്കുന്ന, ചേർത്ത് കോർത്തു നിർത്തുന്ന ഈശ്വരീയമായ മഹാശക്തിയെക്കുറിച്ച് നമ്മൾ അത്യത്ഭുതപൂർവ്വം ആദരിക്കും. ചിലർക്ക് ഈശ്വരൻ എന്ന് പറയാൻ മടിയുള്ളവരുണ്ടാവും. അവർ ഈശ്വരൻ എന്ന് പറയണമെന്നൊരു നിർബന്ധം നമുക്കില്ല. XYZ എന്തോ പറഞ്ഞു. പക്ഷേ അത്ഭുതകരമായൊരു നിയമവ്യവസ്ഥ ഇതിനെ മുഴുവൻ ചേർത്ത് കോർത്തു നിർത്തും. അങ്ങനെ സകല പ്രജകളുടെയും പതിയായിട്ടുള്ള, സകല വ്യവസ്ഥകളുടെയും അധീശമായിരിക്കും, സകല കാര്യങ്ങളുടെയും കാരണമായിരിക്കുന്ന ആ പ്രജാപതി ഈശ്വരൻ പ്രജാകാമോഹ വൈ പ്രജാപതി, പ്രജാകാമനായി. എങ്ങനെയായി എന്ന് വെച്ചാൽ മറുപടിയില്ല. അഗ്നിയുടെ സ്വഭാവമാണ് ചൂട്. അഗ്നിയും ചൂടും അനന്യമാണ്, അഭിന്നമാണ്. അഗ്നിയും ചൂടും അനന്യമാണ്, അഭിന്നമാണ്. എന്നാൽ നമ്മൾ എന്തിനെയെങ്കിലും ചൂടാക്കുക എന്ന് പറഞ്ഞ പ്രക്രിയയെ അപേക്ഷിക്കുമ്പോൾ നമ്മൾ അഗ്നിയുടെ ചൂടിനെ വേർതിരിച്ച് കാണണം. ആ ചൂടിനെ വർദ്ധിപ്പിക്കാനോ ക്രമീകരിക്കാനോ ഉള്ള സംവിധാനങ്ങൾ ചെയ്യും. എല്ലായ്പ്പോഴും നമുക്കൊരു ചൂടല്ല ആവശ്യം. ഈ കൂട്ടത്തിൽ ആയുർവേദമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടവരുണ്ടെങ്കിൽ അവർക്കറിയാം, ഓരോ തരം ഔഷധത്തിനും പ്രത്യേകം ചൂടാണ് വേണ്ടത്. ഇന്ന വിറകിൻ്റെ ചൂട്, ഇന്ന വിറക് കത്തിച്ചിട്ട്, ഇന്ന വിറക് കത്തിച്ചിട്ട് പറയും.
അപ്പോൾ അതൊക്കെ പോയി. ഇപ്പോൾ GMP വന്നപ്പോൾ എല്ലാം ഗ്യാസിൽ കത്തിക്കുകയെന്നായി, അല്ലെങ്കിൽ ഇലക്ട്രിക് അടുപ്പ് കത്തിക്കുകയെന്നായി. അതുകൊണ്ട് മരുന്നിന് ഗുണമുണ്ടാവില്ല, തീരെ ഗുണമുണ്ടാവില്ല എന്ന് പറയണില്ല. പക്ഷേ പൂർവികന്മാർ പറഞ്ഞ ഗുണമുണ്ടാവില്ല. കാരണം ഓരോ തരം യോഗത്തിനും പ്രത്യേകം പ്രത്യേകം താപമാണ് വേണ്ടത്. അപ്പം ചൂടാക്കുക എന്ന പ്രക്രിയയെ അപേക്ഷിച്ചിട്ടാണ് അഗ്നിയുടെ ചൂട് നമ്മൾ പറയുന്നത്. അതുപോലെ സൃഷ്ടിയുടെ അപേക്ഷയിലാണ് നമ്മൾ ഈശ്വരൻ്റെ ശക്തി അല്ലെങ്കിൽ പരമാത്മാവിൻ്റെ മായ എന്നൊക്കെ പറയുന്നത്. വാസ്തവത്തിൽ മായയും പരമാത്മാവും അഭിന്നമല്ല, ഭിന്നമല്ല, അഭിന്നമാണ്, അനന്യമാണ്, ഏകമാണ്. അപ്പൊ ഏകമായി തന്നിൽ തന്നെ നിഹിതമായ ശക്തിയെ പ്രകടമാക്കുന്നു. എങ്ങനെ? ഒരു വലിയ മായാവി ഉണ്ടെന്ന് വിചാരിച്ചു, വലിയൊരു മജീഷ്യൻ. ആ മജീഷ്യനിൽ മായാപ്രകടനത്തിനുള്ള ശക്തി ഉള്ളിലുണ്ട്. പക്ഷെ അയാൾ എപ്പോഴും പുറത്താക്കുന്നില്ല, എപ്പോഴും പ്രകടമാക്കുന്നില്ല. അതായത് ഉള്ളിലുണ്ട്. അയാൾ എപ്പോഴാണോ അയാളുടെ മായാപ്രദർശനത്തിന് തയ്യാറായി വരുന്നത്, അപ്പോഴാണ് തൻ്റെ ഉള്ളിലുള്ള മായിക ശക്തിയെ അയാൾ പുറത്തേക്ക് എടുക്കുന്നത് ആണല്ലോ. അല്ലാത്ത സമയത്ത് നമ്മളയാളോട് വർത്തമാനം പറയുമ്പോഴോ ഒന്നും അയാൾ മായിക ശക്തിയെ പുറത്തേക്ക് എടുക്കണില്ല. ഇതുപോലെ ഈശ്വരനിലുള്ള പ്രജാകാമം പ്രകടമായി, സൃഷ്ടിക്കായി കൊണ്ടുള്ള സങ്കല്പം പ്രകടമായി, ഈ സ്ഥാവര ജംഗമാത്മകമായ പ്രപഞ്ചത്തെ സൃഷ്ടിക്കാം എന്നുള്ള സങ്കല്പമുണ്ടായി. അപ്പോൾ പ്രജാപതി ആരായി? പ്രജാകാമനായി. പ്രജാകാമോ വൈ പ്രജാപതി. എന്നിട്ട് എന്ത് ചെയ്തു? സ തപോ തപ്യത, അവൻ തപസ് ചെയ്തു. തപസ് ചെയ്തു. തപസ് എന്നാൽ സൃഷ്ടി വിഷയകമായ അന്വാലോചനമാണ്. തന്നിലേക്ക് തന്നെ ഇറങ്ങി സൃഷ്ടി തന്ത്രത്തെക്കുറിച്ചുള്ള ആലോചനയാണ്. നമ്മളെല്ലാം അങ്ങനെയാണ്. നമ്മൾ എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കണം എന്ന് തീരുമാനിച്ചു എന്ന് വിചാരിക്കുക. ഉദാഹരണത്തിന് നമ്മളൊരു വീട് ഉണ്ടാക്കണം തീരുമാനിച്ചു, അല്ലെങ്കിൽ ഒരു യന്ത്ര സംവിധാനം ഉണ്ടാക്കണം തീരുമാനിച്ചു, അല്ലെങ്കിൽ വേണ്ടൊരു കറി ഉണ്ടാക്കണം തീരുമാനിച്ചു. നാളെ ഉച്ചക്കേക്ക് ഇന്ന കറി വേണം എന്ന് തീരുമാനിച്ചു. നമ്മൾ ആദ്യം ചെയ്യുന്നത് പോയി കഷ്ണം നുറുക്കുകയല്ല, മറിച്ച് എന്തുണ്ടാക്കണം, എന്തൊക്കെ ചേർത്തുണ്ടാക്കണം, എങ്ങനെ ഉണ്ടാക്കണം എന്ന് നമ്മളൊരു ആലോചന ചെയ്യണം. ഒരു കെട്ടിടമുണ്ടാക്കുന്ന ഒരു ആർക്കിടെക്റ്റ് ആദ്യം തന്നെ മനസ്സിലാണ് ബ്ലൂ പ്രിന്റ് ഉണ്ടാക്കുന്നത്, അല്ലാതെ പേപ്പറിൽ അമോണിയ പ്രിന്റ് അല്ല ഉണ്ടാക്കുക. പേപ്പറിന്റെ ബ്ലൂ പ്രിന്റ് അല്ല, ആദ്യം മനസ്സിലുണ്ടാക്കണം ഒരു സങ്കല്പം. ആ സങ്കല്പം ഉണ്ടാക്കുന്നത് സൃഷ്ടി വിഷയകമായ തന്റെ അറിവിനെ ചികഞ്ഞെടുക്കുകയാണ്. അപ്പൊ ബാഹ്യ വ്യാപാരങ്ങളിൽ നിന്ന് പിൻവലിഞ്ഞിട്ട് ഒരു ചികഞ്ഞെടുക്കൽ. അത് ചിലപ്പോൾ ഒരു സെക്കൻഡ് മതിയാവും, ഒരു സെക്കൻഡിന്റെ ഫ്രാക്ഷൻ മതിയാവും, ചിലപ്പോൾ ദിവസങ്ങളോളം നീളും. ചില കവികളിൽ നിന്ന് കവിത ജനിക്കാൻ, കഥാകാരന്മാരിൽ നിന്ന് കഥ ജനിക്കാൻ ചിലപ്പോൾ ഒരു സെക്കൻഡ് മതിയാവും, ചിലപ്പോൾ വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു തപസ്യ അതിൻ്റെ പിന്നിലുണ്ട്. ഇതുപോലെയാണ് ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തലുകൾ നടത്തുന്നത്. ഒരു നൊടിയിടയിലായിരിക്കാൻ ചിലപ്പോൾ, അല്ലെങ്കിലോ വർഷങ്ങളുടെ തപസ്സിന് ശേഷം ആയിരിക്കാം. എല്ലാം ഇങ്ങനെ തന്നെയാണ്. അപ്പൊ ഇനി സൃഷ്ടി വിഷയകമായ അന്വാലോചനമാണ് തപസ്. അത് ഭഗവാൻ ഭാഷ്യകാരൻ ശങ്കരാചാര്യസ്വാമികൾ വ്യക്തമായി പറഞ്ഞു തരും. സൃഷ്ടി വിഷയകമായ അന്വാലോചനമാണ് ഇവിടെ തപസ്. സ തപോ തപ്യത, തപസ് ചെയ്തു. എന്നിട്ടോ സ തപസ്തത്വാ, അവൻ തപസ് ചെയ്തിട്ട് മിഥുനമുത്പാദയത്തെ, മിഥുനത്തെ ഉണ്ടാക്കി. എന്താണ് മിഥുനം?
മിഥുനം എന്നാൽ ഇണ. രണ്ട് ചേർന്നതിനാണ് നമ്മൾ മിഥുനം എന്ന് പറയുക. ശ്രദ്ധിക്കണം, രണ്ടും രണ്ടായിരിക്കുന്നതിനെ മിഥുനം എന്ന് പറയാറില്ല. രണ്ട് ചേർന്നതിനെയാണ് മിഥുനം എന്ന് പറയുക. എന്താണ് ഈ മിഥുനം? രയും ച പ്രാണം ച, രയും പ്രാണനും, രയ്യെയും പ്രാണനെയും സൃഷ്ടിച്ചു, ഉത്പാദിപ്പിച്ചു. രയ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ധനവാചിയാണ്, ദ്രവ്യവാചിയാണ്. പ്രാണൻ എന്നാൽ എപ്പോഴും ശക്തിവാചിയാണ്, ഊർജവാചിയാണ്. അപ്പോൾ രയ്യെയും പ്രാണനെയും സൃഷ്ടിച്ചു എന്ന് പറഞ്ഞ അർത്ഥം ദ്രവ്യത്തെയും ഊർജത്തെയും രൂപപ്പെടുത്തി. ദ്രവ്യം, ഊർജം. ദ്രവ്യവും ആത്യന്തികമല്ല, ഊർജവും ആത്യന്തികമല്ല. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുകൊണ്ട് തന്നെ മെറ്റീരിയലിസം എന്നൊന്ന് ആത്യന്തികമായി നിലനിൽക്കില്ല. മാറ്റർ ആയാലും എനർജി ആയാലും അവ ആത്യന്തികമല്ല. അവ റിലേറ്റീവാണ്, വ്യാവഹാരികമാണ്. കാരണം രണ്ടും ഒരു പ്രജാപതിയുടെ രണ്ട് ഭാവങ്ങൾ രൂപപ്പെടുന്നതാണ്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ദ്രവ്യവും ആത്യന്തികമല്ല, ഊർജവും ആത്യന്തികമല്ല. ഇവ രണ്ടും പ്രജാപതിയുടെ രണ്ട് ഭാവങ്ങളാണ്. ശ്രദ്ധിക്കൂ. അപ്പൊ രയ്യെയും പ്രാണനെയും, ദ്രവ്യത്തെയും ഊർജത്തെയും രൂപപ്പെടുത്തി. എന്തൊരു വലിയൊരു വീക്ഷണം ആലോചിച്ചു. സൃഷ്ടിയെ സംബന്ധിക്കുന്ന, വേദം ഉപദേശിക്കുന്ന ഈ വീക്ഷണം നമ്മൾ എല്ലാവരും മനസ്സിലാക്കണം. രയ്യും പ്രാണനും, ദ്രവ്യവും ഊർജവും. കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇവ രണ്ടും ആപേക്ഷികമാണെന്ന് ഉറപ്പിച്ച് പറയാൻ പോകുന്നു. അത് അപ്പോൾ പഠിക്കാം. ഇവ രണ്ടും നിരപേക്ഷമല്ല, ആപേക്ഷികമാണ്. ഏതായാലും രയ്യെയും ഊർജനത്തെയും ഉണ്ടാക്കിയിട്ട് എന്താ പ്രജാപതി സങ്കല്പിച്ചത്? ഇത്യേതൗ മേ ബഹുധാ പ്രജാ കരിഷ്യതൈതേ. ഇവ രണ്ടും എനിക്ക് ധാരാളം പ്രജകളെ ഉണ്ടാക്കും എന്ന് സങ്കല്പിച്ചു. ഈ പ്രപഞ്ചത്തിലെ സമസ്ത സൃഷ്ടിയും രയ്യും പ്രാണനും ചേർന്നതാണ്. എന്തിനു വേണമെങ്കിലും എടുത്തോളൂ, അതിലൊക്കെ ഈ രണ്ട് അംശങ്ങൾ ഉണ്ടാവും. ഒരു ദ്രവ്യാംശവും ഒരു ഊർജാംശവും. ഏതിനു വേണമെങ്കിലും എടുത്തോളൂ. ഇവ രണ്ടും ആപേക്ഷികമാണ്, രണ്ടും ആത്യന്തികമല്ല.